സുഹൃത്തുക്കളെ, 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ മാനവികത എന്ന ചാപ്റ്ററിൻ്റെ ഒരു സംഗ്രഹമാണ് ഈ വീഡിയോ. 14ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ സാംസ്കാരിക പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായിരുന്നു നവോത്ഥാനം. മധ്യകാല ഫ്യൂഡലിസത്തിൽ നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള പരിവർത്തനത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മമെന്നാണ്. ഇത് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനത്തെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. മനുഷ്യാനുഭവത്തിലും യുക്തിസഹമായ അന്വേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാനവിക കാഴ്ചപ്പാട് ഈ സമയത്തിനുള്ളിലാണ് വന്നത്. നഗരജീവിതത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വളർച്ച, ദേശീയ രാജ്യങ്ങളുടെ ഉയർച്ച, വ്യക്തിഗത സ്വാതന്ത്ര്യവും യുക്തിവാദവും, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണസമ്പദ് വ്യവസ്ഥയുടെ വികസനം, പ്രാദേശിക ഭാഷയുടെ പ്രാധാന്യം, കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇവയെല്ലാം ഈ നവോത്ഥാന കാലഘട്ടത്തിനിടയ്ക്കാണ് ഉയർന്നു വന്നത്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിച്ചത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾ സമ്പന്നവും സ്വതന്ത്രവും ചലനാത്മകവുമായിരുന്നു. കുരിശുയുദ്ധത്തിലൂടെ കിഴക്കുമായുള്ള ശക്തമായ വ്യാപാര ബന്ധം, ബ്ലാക്ക് ഡെത്ത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചത്, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനം ഗ്രീക്ക് പണ്ഡിതന്മാരെ ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നു. ഇവയൊക്കെയാണ് എന്തുകൊണ്ട് ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിച്ചു എന്നതിന് ഉത്തരം. ഇനി നമുക്ക് മാനവികതയിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം തന്നെ മാനവികത എന്നാണ്. ദിവ്യകാര്യങ്ങളെക്കാൾ മനുഷ്യൻ്റെ അന്തസ്സ്, കഴിവുകൾ, ലോകജീവിതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ നവോത്ഥാനത്തിൻ്റെ കേന്ദ്ര തത്വമാണ്. കൂടാതെ റിസോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം.